ബസന്ത് മേരെ ഗാവ് കാ. മുകേഷ് നൗട്ടിയാളിന്റെ ഒരു ലേഖനമാണിത്. ബസന്ത് മേരെ ഗാവ് കാ. ഈ ബസന്ത് മേരെ ഗാവ് കാ എന്ന ഈ ലേഖനത്തില് ഉത്തരാഖണ്ഡിലെ ഒരു ആഘോഷത്തെ കുറിച്ചാണ് പറയുന്നത്, കുട്ടികളുടെ ആഘോഷം. അപ്പൊ അതിന്റെ എസ്സേ ചോദിക്കാം, അതിന്റെ ലെറ്റർ ചോദിക്കാം. അതിന്റെ എസ്സേ ചോദിക്കാം, അതിന്റെ ലെറ്റർ ചോദിക്കാം. അപ്പൊ ലെറ്റർ ആണെങ്കിൽ ലെറ്ററിന്റെ ഫോം അറിയാം. ആ ലെറ്ററിന്റെ ഫോം എഴുതിയ ശേഷം ഞാൻ ഈ പറയുന്ന എഴുതുക. ആ ഫെസ്റ്റിവലിന്റെ, ആ ത്യോഹാറിന്റെ ഒരു വിവരണമാണ് പറയുന്നതെങ്കിൽ ഇത് എഴുതാം. എന്താണ്? ഫൂൽ ദേയി ഉത്തരാഖണ്ഡ് കാ പ്രമുഖ ത്യോഹാർ ഹേ. ഫൂൽ ദേയി എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ് കാ പ്രമുഖ ത്യോഹാർ ഹേ. ഇതിപ്പോ തന്നെ കാണാതായല്ലോ. ഫൂൽ ദേയി उत्तराखंड का प्रमुख त्योहार है. देर शाम तक बच्चे फूल चुनते हैं. വൈകുന്നേരം വരെ കുട്ടികള് ഫൂൾ ചുൻത്തെ ഹേ, പൂക്കൾ തെരഞ്ഞെടുക്കുന്നു, പൂക്കൾ പറിക്കുന്നു. എന്നിട്ട് ആ പൂക്കൾ എവിടെ ഇടുന്നു? ടോക്കരിയോം, ഈറ്റ കൊണ്ടുള്ള കൊട്ടയിലിടുകയാണ്. ടോക്കരിയോം കോ, ആ കൊട്ടകളെ രാത് ഭർ, രാത്രി മുഴുവൻ, പാനീസേ ഭരി, വെള്ളം നിറച്ച, ഗഹരോം കെ ഊപ്പർ രഖാ ജാത്താ ഹെ, മൺകുടങ്ങളിൽ, ഗഗരോം കെ ഊപ്പർ, മൺകുടങ്ങളുടെ മുകളിൽ, രഖാ ജാത്താ ഹെ, വച്ചിരിക്കുന്നു. ആ പൂക്കൾ വാടാതെ ആ കൊട്ടകള് കുടത്തില് വെള്ളം നിറച്ചിട്ട്, മൺകുടത്തിൽ വെള്ളം നിറച്ചിട്ട് അതിന്റെ മുകളിൽ വെക്കുന്നു, പൂക്കൾ വാടാതിരിക്കാൻ. വോ സുബഹ് തക്ക് മുർച്ചായ നജായേ. വോ അവ സുബഹ് തക്ക്, രാവിലെ വരെ, മുർച്ചായ നജയെ, മുർച്ചാന വാടുക, വാടാതിരിക്കുന്നു. പിച്ചലി ശ്യാം ചുനേഗയെ, കഴിഞ്ഞ വൈകുന്നേരം, പിച്ചലി കഴിഞ്ഞ ശ്യാം വൈകുന്നേരം, ചുനേഗയെ പറിച്ച അല്ലെങ്കിൽ തെരഞ്ഞെടുത്ത അല്ലെങ്കിൽ എടുത്ത, ഫൂൽ ഘരോം കി ദഹരിയോം പർ സജായെ ജാത്തെ ഹെ, വീടിന്റെ മുൻവശത്ത് പൂമുഖത്ത് അലങ്കരിച്ചു വെക്കുന്നു. ലോഗുനെ ചാവൽ, ആളുകള് കുട്ടികളെ ചാവൽ, ഗുഡ് ശർക്കര, ദാൽ പരിപ്പ് ആദി ദക്ഷിണാക്കിയ രൂപമേം ദേത്തെ ഹെ. കുട്ടികൾക്ക് ഇങ്ങനെ ഈ ഉത്സവം പ്രമാണിച്ച് നമ്മള് വിഷു കൈനീട്ടമൊക്കെ കൊടുക്കുന്ന പോലെ അവിടെ അരി, ശർക്കര, പരിപ്പ് ഇതെല്ലാം കുട്ടികൾക്ക് ദക്ഷിണയായിട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ ദാനമായിട്ട് കൊടുക്കുന്നു. കുട്ടികൾ ഇതെല്ലാം കൂടി ചേർത്തൊരു സദ്യ ഉണ്ടാക്കുന്നു. 21 दिन तक यह क्रम रहता है. 21 दिन ഈ രീതി, ഈ ടൈം ടേബിൾ അനുസരിച്ച് തന്നെ പോകുന്നു. അന്തിമ ദിവസ് വായണ്ടൂടെ, അന്തിമ ദിവസ്, അവസാന ദിവസം. സാമൂഹിക ഭേജ് മനായ ജാത്താ ഹെ, സാമൂഹ്യ ഭോജനം, സമൂഹ സദ്യ കൂടി നടത്തുന്നു. യേ സബി കാര്യ ബച്ചേ ഹി കർത്തേ ഹേ, ഈ എല്ലാ കാര്യവും ബച്ചേ ഹി കർത്തേ ഹേ, കുട്ടികളാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇസ്ലിയേ യഹ് ബച്ചോം കാ സബ്സേ ബഡാ ത്യോഹാർ ഹേ, അതുകൊണ്ട് ഇത് കുട്ടികളുടെ ഏറ്റവും വലിയ ഉത്സവമാകുന്നു. ഇവിടുത്തെ ഉത്തരാഖണ്ഡിലെ ഏറ്റവും വലിയ ഉത്സവം ആകുന്നു. അപ്പൊ ഇതാണ് ഒരു എസ്സേ ആയിട്ട് എഴുതാൻ ചോദിച്ചത്. എഴുതാം, നമുക്ക് എസ്സേ ആയിട്ട് എഴുതിയാൽ നമുക്ക് എഴുതാൻ സാധിക്കും. അല്ലെങ്കിൽ ലെറ്റർ ആയിട്ട് എഴുതിയാൽ ലെറ്റർ എഴുതാലോ, ലെറ്ററിന്റെ ഫോം അറിയാം. സ്ഥാൻ എഴുതുക, താരിഖ്, ഇവിടെ സ്ഥാൻ താരിഖ് എഴുതുക. എന്നിട്ടോ പ്രിയ മിത്ര, അതിന്റെ പേര്, മിത്രത്തിന്റെ പേര് എഴുതുക. എന്നിട്ട് നമുക്ക് എന്ത് ചോദിക്കാം? കൈസേ ഹോ, എങ്ങനെയുണ്ട്? ഘർ മേം സബ് കുശൽ ഹേന, വീട്ടിലെല്ലാവരും കുശലമല്ലേ? ഇധർ മേം ഠീക് ഹും, ഞാനിവിടെ ഠീക്കാണ്, ശരിയാണ്, സുഖമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങാം. അവസാനം എന്തെന്ന് പറഞ്ഞ് തുടങ്ങാം, തീർക്കാം. മാം ബാപ് കോ മേര പ്രണാം, അച്ഛനും അമ്മയ്ക്കും എന്റെ പ്രണാമം. എന്നിട്ട് തുമാരാ മിത്ര എഴുതി നമ്മുടെ പേര് ഏതെങ്കിലും പേര് എഴുതുക, നമ്മളാണോ ഒന്നും അറിയുന്നില്ലല്ലോ. ഇതാണ് ലെറ്ററിന്റെ ഫോം. ഇനി ഒരു നോട്ടീസ് ഉണ്ട്. എന്താണ് ഒരു നോട്ടീസ് എന്ന് പറയുന്നത്? നോട്ടീസ്, ഇതിനു മുമ്പ് നോട്ടീസ് എഴുതി നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. നോട്ടീസ് എന്ന് പറയുന്ന ഈ ത്യോഹാറിനെ കുറിച്ച്, ഇതെന്താണ് ത്യോഹാർ, ഇവിടെ എന്താണ് നടക്കുന്നതിനെ കുറിച്ച് ഒരു ചെറിയ
വിവരണം അല്ലെങ്കിൽ ഒരു ചെറിയ കുറിപ്പാണ് ത്യോഹാർ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ദക്ഷിണാക്യ രൂപസെ ദേത്തെ ഹേ സാമൂഹ്യ ഭോജനം കേട്ടോ. ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അവിടെ, ഞാൻ വായിച്ചപ്പോൾ ഒരു സംശയം തോന്നിയായിരുന്നു, അതാണ്. ചിലപ്പോൾ ധൃതിക്ക് എഴുതുമ്പോൾ കിട്ടില്ല. ഭോജനം. അപ്പൊ ഉത്തരാഖണ്ഡ് കാ ഫൂൽദേയി ത്യോഹാർ, ഉത്തരാഖണ്ഡിലെ ഫൂൽദേയി ത്യോഹാർ. ബച്ചോം കെ രംഗ് രംഗ് കാര്യക്രമം, വർണ്ണശബളമായ പരിപാടികളാണ് കുട്ടികളുടെ. സാമൂഹ്യമായ ഭോജനമുണ്ട്. ആയി വസന്തമായി, ആയി ഫൂൽദേയി വന്നു ഉണ്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് പോസ്റ്റർ. ഇതാണ് ഫൂൽദേയ്ക്ക് ത്യോഹാർ. ഇത് ശരിക്കും പഠിക്കുക.